Difference between Cooperative Societies Act 1904 and 1912. 1904 ആക്റ്റും 1912 ആക്റ്റും തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ് 1904 ആക്ട്. 1912 ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റും. സൊസൈറ്റീസ് വെയർ ക്ലാസിഫൈഡ് ഇൻറ്റു റൂറൽ ആൻഡ് അർബൻ. 1904 ആക്ടിൽ 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടിൽ സൊസൈറ്റീസിനെ റൂറൽ എന്നും അർബൻ എന്നും ആയിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത്. 1912 ആക്ടിൽ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റിയുടെ ബേസിസിൽ ലിമിറ്റഡ് ലയബിലിറ്റി എന്നും അൺലിമിറ്റഡ് ലയബിലിറ്റി എന്നും ക്ലാസിഫൈ ചെയ്തിരുന്നു. അതുപോലെ 1904 ആക്ട് വന്നത് എന്നാണ്? 25/3/1904 മാർച്ച് 25 1904 1904 ആക്ട് വന്നത്. 1912 ആക്ട് മാർച്ച് 1 1912. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട വർഷമാണ്. 1904 ആക്റ്റും 1912 ആക്റ്റും വന്നത് എന്നാണ്? മാർച്ചിലാണ്. 1904 ആക്ട് 25 മാർച്ചും 1912 ആക്ട് മാർച്ച് 1. ഈ 1904 ആക്ട് പ്രകാരം ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു. ആ ഒരു ഡിഫക്റ്റ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് 1912 ആക്ട് വന്നത്. പെർമിറ്റഡ് ടു രജിസ്റ്റർ പ്രൈമറി സൊസൈറ്റീസ് ഓൺലി. 1904 ആക്ടിൽ പ്രൈമറി സൊസൈറ്റീസ് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ 1912 ആക്ടിലോ രജിസ്ട്രേഷൻ ഓഫ് സെൻട്രൽ സൊസൈറ്റീസ് ആസ് വെൽ. പ്രൈമറി സൊസൈറ്റീസ് ആകട്ടെ സെൻട്രൽ സൊസൈറ്റീസ് ആകട്ടെ അതൊക്കെ 1912 ആക്ടിൽ രജിസ്റ്റർ ചെയ്യാമായിരുന്നു. നോ മെമ്പർ കുഡ് ഹോൾഡ് ഷെയർ വർത്ത് മോർ ദാൻ ₹1000. അതായത് 1000 രൂപയിൽ കൂടുതൽ 1000 രൂപയിൽ കൂടുതൽ വാല്യൂ ഉള്ള ഒരു ഷെയർ ഒരു മെമ്പറും ഹോൾഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. 1904 ആക്ടിൽ അങ്ങനെ പറ്റില്ലായിരുന്നു. പക്ഷേ 1912 ആക്ടിൽ മെമ്പർ കുഡ് ഹോൾഡ് ഷെയർസ് വിത്ത് മോർ ദാൻ ₹1000. 1000 രൂപയിൽ കൂടുതൽ വാല്യൂ ഉള്ള ഷെയർസ് ആണെങ്കിലും മെമ്പേഴ്സിന് ഹോൾഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. 1904 ആക്ട് അലൗഡ് ടു രജിസ്റ്റർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓൺലി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യത്യാസം. 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ടാണ്. പേര് തന്നെ ഉണ്ട് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ അലൗഡ് ടു രജിസ്റ്റർ ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓൺലിയാണ്. 1904 ആക്ടിൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. പക്ഷേ 1912 ആക്ടിൽ അലൗഡ് ടു രജിസ്റ്റർ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആസ് വെൽ. ക്രെഡിറ്റ് സൊസൈറ്റീസ് ആകട്ടെ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആകട്ടെ അങ്ങനെയുള്ള സൊസൈറ്റീസ് 1912 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓഡിറ്റ് ബൈ ദ രജിസ്ട്രാർ ഡയറക്ട്ലി. അതായത് ഓഡിറ്റ് നടത്തുന്നത് രജിസ്ട്രാർ ഡയറക്റ്റ്ലി ആയിരുന്നു. 1904 ആക്ടിൽ ഓഡിറ്റർക്ക് അദ്ദേഹത്തിൻ്റെ പവേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം തന്നെ നേരിട്ട് ഓഡിറ്റ് നടത്തണം. പക്ഷേ 1912 ആക്ടിൽ ഓഡിറ്റ് ബൈ ദ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ദ രജിസ്ട്രാർ. അതായത് രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാം? ഓഡിറ്റ് നടത്താം. സൈലൻ്റ് അബൌട്ട് യൂട്ടിലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. 1904 ആക്ടിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. യൂട്ടിലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എങ്ങനെ ഉപയോഗിക്കണം, അതിൻ്റെ ഉപഭോഗത്തെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സൈലൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 1912 ആക്ടിൽ ഓഡിറ്റ് ബൈ ദ പേഴ്സൺ ഓതറൈസ്ഡ് 25% ഓഫ് പ്രോഫിറ്റ് ഷാൽ ബി ക്യാരിഡ് ടു റിസർവ് ഫണ്ട്. 25% എന്ന് പറയുമ്പോൾ 1/4 ഓഫ് ദി പ്രോഫിറ്റ് ഷാൽ ബി ക്യാരിഡ് ടു റിസർവ് ഫണ്ടിലേക്ക് മാറ്റണമെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 1904 ആക്ടിൽ നോ ഓഡിറ്റ് ഫീ ചാർജ്ഡ്. 1904 ആക്ടിൽ ഓഡിറ്റ് ഫീ ചാർജ് ചെയ്തിട്ടില്ല. പക്ഷേ 1912 ആക്ടിൽ പ്രിസ്ക്രൈബ്ഡ് ഓഡിറ്റ് ഫീസ് പ്രിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്ര ഓഡിറ്റ് ഫീസ് നമ്മൾ കൊടുക്കണം. 1912 ആക്ടിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ആക്ട് 2 ഓഫ് 1912. 50 സെക്ഷൻസ് ആണുള്ളത്. 1904 ആക്ടിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ആക്ട് 10 ഓഫ് 1904. ആക്ട് 10 ഓഫ് 1904 ആക്ടും ആക്ട് 2 ഓഫ് 1912 ആക്ടും. ആക്ട് 21 എന്നാണ് കേസസ് ആക്ട് 1969 പറയുന്നത്. അപ്പം 1904 ആക്ടിൽ 29 സെക്ഷൻസ് ഉണ്ടായിരുന്നു, നോ റൂൾസ്. അപ്പം ഒരു റൂളും ഇല്ലാത്ത ആക്റ്റാണ് 1904 ആക്ട്. റൂൾസ് ആരാണ് ഫ്രെയിം ചെയ്യുന്നത്? ഗവൺമെൻറ്റാണ്. അപ്പം 1904 ആക്ടിൽ റൂൾസ് ഇല്ല, 29 സെക്ഷൻസ് ഉണ്ടായിരുന്നു. 1912 ആക്ടിൽ 50 സെക്ഷൻസ് ആണ് ഉള്ളത്. അപ്പം ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 1912 തമ്മിലുള്ള വ്യത്യാസം. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അല്ല. ഇപ്പം നിങ്ങൾ ചോദിക്കുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ 1912 ആക്ടും കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ്. അപ്പം ഒന്നുകൂടെ പറയാം. 1904 ആക്ട് എന്നാണ് എസ്റ്റാബ്ലിഷ് ആയത്? മാർച്ച് 25 1904. 1912 ആക്ട് വന്നത് മാർച്ച് 1 1912. മാർച്ച് 1 1912.